മുഖത്ത് ഒരൊറ്റ പാട് പോലും ഇല്ലാതെ നല്ല വൈറ്റ് കളറായിട്ടുള്ള ചർമ്മം കിട്ടാനായിട്ട് ഈ ക്രീം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും നല്ല സുഖമുണ്ട്, പനിയൊക്കെ മാറി. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്ന്, എപ്പോഴും വെളുക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ, ഈവൻ വെളുത്തവരുടെ മനസ്സിൽ പോലും കളർ കുറഞ്ഞു പോയോ എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ കളർ കുറഞ്ഞു പോയോ, ഏജ് ആകുമ്പോഴത്തേക്കും കളർ കുറഞ്ഞു പോയോ, ചിലർക്ക് ശരീരത്തിന് കളറുണ്ട്, മുഖത്തിന് കളറില്ല. അങ്ങനെ ഈ കളർ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ കളറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ചെറുതായിട്ടൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി കളറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളുടെ സ്കിൻ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾക്കിന്ന് നമ്മുടെ സ്കിന്നിൻ്റെ കളറിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത്. ഒരു നല്ല റെമഡിയാണ് സ്കിന്നിൻ്റെ കളർ ഡബിൾ മടങ്ങ് കൂട്ടാനായിട്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. സ്കിന്നിനെ ഫെയർ ആക്കുന്നതിൽ ക്യാരറ്റിന് വലിയൊരു പങ്കുണ്ട്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, ബീറ്റാ കരോട്ടിൻ നമ്മളുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനായിട്ട്, ഏജ് റിപ്പയർ ചെയ്യാനായിട്ടും ഡാർക്ക് സ്പോട്ടിനെ കുറയ്ക്കാനും നാച്ചുറൽ ഗ്ലോ തരാനും സഹായിക്കുന്നതാണ്. ക്യാരറ്റ് നമ്മുടെ സ്കിന്നിനെ സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയും ക്യാരറ്റിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ള കാരണം നമുക്ക് നല്ല കളർ തരികയും ക്യാരറ്റ് സീഡ് ഓയിൽ നമ്മുടെ സ്കിന്നിനെ UV റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയും സൺ ടാനിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. സ്കിന്നിന്റെ ഡൾനെസ്സിനെ ഒക്കെ മാറ്റുന്നതും ബ്രൈറ്റ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ തരാനായിട്ട് നമ്മുടെ സ്കിന്നിനെ സഹായിക്കുന്നതൊക്കെയാണ്. അതായത് നമ്മുടെ സ്കിന്നിനെ ഒരു റെഗുലേറ്റർ പോലെ നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ക്യാരറ്റ്. ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു കപ്പ് ക്യാരറ്റ് ആണ്, ചെറിയൊരു ബൗളാണ്. അതിലൊരു കപ്പ് ക്യാരറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് നമ്മൾക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക, എയർ ഒന്നും അകത്തില്ലാത്ത പോലെ. അപ്പോൾ നമ്മൾക്ക് അത്രത്തോളം എണ്ണ അതിൽ ഒഴിക്കാൻ പറ്റും. നമ്മൾ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ക്യാരറ്റിലുള്ള വിറ്റമിൻസും മിനറൽസും ഒക്കെ ഇൻഫ്യൂസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറുതായിട്ട് വെള്ളം ഒന്ന് ആദ്യം തന്നെ ചൂടാക്കാൻ വെക്കുന്നത് നല്ലതാണ്, ഗ്ലാസ് ബോട്ടിലായത് കാരണം. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് വെർജിൻ ബദാം ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്, ആൽമണ്ട് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഏകദേശം ഒരു 25 മില്ലിയോളം ആൽമണ്ട് ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റ് ആണ്. ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് ഒരു 20-25 മിനിറ്റ്സോളം നമ്മൾ ഇൻഫ്യൂസ് ചെയ്തെടുക്കുന്നതാണ്. അത്രത്തോളം നമ്മൾക്ക് അതിന്റെ എസൻസ് ഒക്കെ നമുക്ക് എണ്ണയിലേക്ക് ഇറങ്ങി കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇതിനെ ഒരു 24 മണിക്കൂർ സൺലൈറ്റിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഡയറക്റ്റ് സൺലൈറ്റിലല്ല വെക്കേണ്ടത്, ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് എന്നാൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കുറച്ച് സൺലൈറ്റിൽ വെക്കുമ്പോഴേക്കും വൈറ്റമിൻ ഡിയും കൂടെ നമ്മൾക്ക് അതിലേക്ക് കിട്ടുന്നതാണ്. *24 hours കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ക്യാരറ്റ് ഓയിൽ നല്ല ഗോൾഡ് ഓയിൽ പോലെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ ഓയിലിനെ ഒരു അരിപ്പയ്ക്കകത്തൂടെ അരിച്ചെടുക്കാം. അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അലുവേറയാണ്. ഇത് ഹോം മെയ്ഡ് അലുവേറയാണ്. അലുവേറ നമ്മുടെ പിഗ്മെന്റേഷനെ കുറയ്ക്കുകയും ഡാർക്ക് സ്പോട്ടിനെ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്, നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ അലുവേറയ്ക്കകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നമ്മളുടെ ഗോൾഡൻ ഓയിൽ, ക്യാരറ്റ് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ഓയിൽ നിങ്ങൾക്കൊരു സ്റ്റോറേജ് കണ്ടെയ്നറിൽ എടുത്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം മിക്സ് ചെയ്ത് നോക്കി, അത് കഴിഞ്ഞ് ഞാൻ ബീറ്റർ വെച്ചൊന്ന് നോക്കി, പറ്റാഞ്ഞിട്ട് ഞാൻ മിക്സിയിലും കൂടെ വെച്ചൊന്ന്
ബീറ്റ് ചെയ്തെടുത്തപ്പോഴാണ് നന്നായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ബീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ എടുത്താൽ ഇതേപോലെ വളരെ ഹെൽത്തി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് മോയ്സ്ചറൈസർ ആണ് കിട്ടുക. നമ്മൾക്ക് ഇതിനെ ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെ രാവിലെയും രാത്രിയിലും മോയ്സ്ചറൈസർ വൈറ്റനിങ് ക്രീമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്തുപയോഗിക്കുന്നതിന് മുന്നേയും പാച്ച് ടെസ്റ്റ് ചെയ്തോളൂ. പാച്ച് ടെസ്റ്റ് എടുത്ത് 6 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ അലർജിക് സ്കിന്നിന്റെ ടെൻഡൻസി ഉള്ളവർ എന്തും തന്നെ ഫേസിൽ ഉപയോഗിക്കാവുള്ളൂ. ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകുന്നതാണ്. ഓയിലി ആയിട്ടൊന്നും ഗ്രീസി ആയിട്ടൊന്നും ഫേസ് ഇരിക്കില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എളുപ്പമാണ് ചെയ്യാനായിട്ട്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കുറച്ച് ഹൈജീനായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നല്ല എഫക്റ്റ് ഉള്ള ഒരു റെമഡിയാണ്, നല്ലൊരു ക്രീമാണ്. നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഞാൻ പറയുന്ന ഓയിലുകളൊക്കെ കിട്ടുമോ കിട്ടത്തില്ലേ എന്നോട് ചോദിച്ചാൽ ഞാൻ വാങ്ങിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ്. ഞാൻ ഇവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ ടാഗ്ഡ് പ്രോഡക്റ്റ് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതെ തന്നെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. പിന്നെ നമ്മുടെ സ്റ്റോറിലുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഞാൻ കാണിക്കുന്ന നമ്പറുകളിൽ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റീച്ച് ആകാൻ വേണ്ടി, അവൈലബിൾ ആയിരിക്കാൻ വേണ്ടി 10 ഗ്രാമും 10 മില്ലിയും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു 5 പ്രോഡക്റ്റ് ടുഗെദർ, അതായത് 5 പ്രോഡക്റ്റ് ഒന്നിച്ച് 10 ഗ്രാം 10 മില്ലി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാവർക്കും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ എല്ലാം വാങ്ങിക്കാൻ പറ്റണം എന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വന്നത്. കാരണം എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ്. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, മാം എല്ലാം ഞങ്ങൾക്കും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം ഞാൻ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ, ഞാൻ അതായത് ഇൻഗ്രീഡിയൻസിൻ്റെ നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് കുറച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കുറയും. അതിൻ്റെ അതിൻ്റെ ഗുണം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് കിട്ടണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കിട്ടണമെന്നുമൊക്കെ എൻ്റെയും കൂടെ ആഗ്രഹമാണ്, അല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എനിക്ക് വിഷമാവും, നിങ്ങളെക്കാളും കൂടുതൽ എനിക്ക് വിഷമാവും. അതുകൊണ്ട് ആ ക്വാളിറ്റി എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 10 ഗ്രാമും 10 മില്ലിയൊക്കെ 10 ഗ്രാമും 10 മില്ലിയൊക്കെ ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു കിറ്റ് പോലെ ആക്കാം. ചെറിയൊരു എമൗണ്ട് അല്ലേ വരത്തുള്ളൂ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാ പ്രോഡക്റ്റുകളും 10 ഗ്രാമും 10 മില്ലി അവൈലബിൾ ആണ്. സോളിഡ് ആയിട്ടുള്ള, അതായത് സോപ്പ് അതൊന്നും നമുക്ക് 10 ഗ്രാം 10 മില്ലി ആക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ അല്ലാത്ത ബാക്കി എല്ലാം തന്നെ ആക്കാൻ പറ്റുന്ന എല്ലാം തന്നെ അങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ എല്ലാം ആഗ്രഹമാണ് നല്ല വെളുത്ത സ്കിന്ന്, പാടില്ലാത്ത സ്കിന്നുകളൊക്കെ. ഇപ്പം തന്നെ എനിക്ക് പനിയൊക്കെ വന്നിട്ട് കുറേ വൈറ്റമിൻസ് ഒക്കെ പോയി, കുറേ വെയിറ്റ് ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. വെയിറ്റ് ലോസ് നടന്നത് സന്തോഷം തന്നെ, പക്ഷേ എനിക്ക് ടയർഡായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സംസാരിക്കുമ്പോൾ കുറച്ച് ബീസിങ് പോലുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊന്നും വരാതെ സൂക്ഷിക്കണം. ഞാൻ കുറച്ച് കെയർലെസ് ആയിട്ടിരുന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫീവർ വന്നത്. കാരണം പുറത്തൊക്കെ പോയപ്പോൾ, ക്രൗഡിൽ പോയപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ന്യൂസ് ഞാൻ അറിഞ്ഞിട്ടും മാസ്ക് ഒന്നും ഇടാതെ പോയത് കൊണ്ടാണ്. സോ ഞാനത് ഉപയോഗിക്കണമായിരുന്നു, ഞാൻ ചെയ്തില്ല. നിങ്ങളും എന്തെങ്കിലും ക്രൗഡിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസസ് ഉള്ളതാണെന്ന് ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാസ്ക് ഇടാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വന്ന് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത് ഫെയർ ആയിട്ടുള്ള സ്കിന്നും നല്ല വെളുത്ത സ്കിന്നും ഒക്കെയാണ്. അത് നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ ടെൻഷൻ ഒഴിവാക്കണം. പിന്നെ നമ്മളുടെ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യണം. ഈ ടെൻഷൻ കൂടുന്തോറും നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ച് സ്ലോ ആകുകയാണ് ചെയ്യുന്നത്. അതായത് പിത്തം, കഫം, വാദം എന്നൊക്കെ പറയും ആയുർവേദത്തിൽ. ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വയറ്റിനകത്ത് കൂടിയിട്ട് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭയങ്കര, പിത്തമൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഭയങ്കര ചൂടാകും ശരീരം. ആ ചൂടാകുമ്പോഴത്തേക്കുമുള്ള അതിൻ്റെ റിഫ്ലക്ഷൻ, ആസിഡ് റിഫ്ലക്ഷനാണ് നമ്മുടെ ഫേസ് മാത്രം കറുത്തു വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ടെൻഷൻസിനെ ഒക്കെ കുറച്ചിട്ട് നമ്മളുടെ ഇൻഡസ്ട്രീനെ കുറച്ച് ക്ലിയർ ആയിട്ട് വെച്ചാൽ തന്നെ നമ്മൾക്ക് പകുതി അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. ഓക്കെ, നമ്മുടെ വയറിനെ ക്ലിയർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം. ഫേസ് ക്ലിയർ ആയിട്ടിരിക്കാനും മുടി വളരാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്
നമ്മളുടെ വയറ്, അതായത് വൻകുടലിനെ ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റ് ആവണം, ഡൈജസ്റ്റ് ആക്കാനുള്ള ആഹാരങ്ങൾ കഴിക്കണം. എന്ന് വെച്ച് എപ്പോഴും ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാലും നിങ്ങൾക്ക് പിത്തം വരും. പിത്തം വരാതെ സൂക്ഷിക്കണം. അതായത് വാതവും കഫവും ഒക്കെ നമ്മളുടെ ശരീരത്തിനെ കൂളാക്കുന്നുണ്ടെന്നെങ്കിൽ പിത്തം നമ്മുടെ ശരീരത്തിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ആസിഡ് റിഫ്ലക്ഷൻ കൊണ്ട് നമ്മളുടെ ഫേസ് കറുത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മുഖം മാത്രം കറുത്തു വരുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യണം. പിത്തം, വാതം, കഫം ഇത് മൂന്നുമുള്ള എങ്ങനെയാണ് നിങ്ങൾക്കെന്ന് അടുത്ത ഏതെങ്കിലും ഒരു ആയുർവേദ ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുക. അതിനുള്ള മരുന്നും കൂടെ കഴിച്ചിട്ട് സ്കിൻ കെയറോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ടുണ്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് മെലാസ്മയ്ക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ് കേട്ടോ. മെലാസ്മ എന്ത് ചെയ്താലും പോകില്ല എന്നൊരു കമൻറ്റ് കണ്ടു. അങ്ങനെയല്ല, മെലാസ്മ പോകാനായിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ചാനലിലും ഉണ്ട്, അല്ലാതെ തന്നെയും ഉണ്ട്. മെലാസ്മ എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കും എടുത്ത് ഗൂഗിൾ ചെയ്ത് വായിച്ചു നോക്കാമെന്നാണ് എന്താണ് മെലാസ്മ. മെലാനിൻ്റെ പ്രവർത്തനം കൂടുതലാകുമ്പോൾ നമ്മളുടെ മുഖത്തേക്കും കഴുത്തിൻ്റെ സൈഡിലേക്കും ഒക്കെ ഈ മെലാനിൻ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേക്കാണ് നമ്മൾക്ക് ഈ മെലാനിൻ കൂടുതൽ പ്രവർത്തിച്ച് നമ്മുടെ മെലാസ്മ ഈ ഉണ്ടാകുന്ന ഈ കറുത്ത പാടുകളൊക്കെ ഇങ്ങനെ വിസിബിൾ ആകുന്നത്. അത് അകത്ത് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനൊരു ശീലമുള്ളവർക്ക്, അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉള്ളവർക്ക് ഉറപ്പായിട്ടും മുഖത്തേക്കും കഴുത്തിൻ്റെ സൈഡിലേക്കും ഒക്കെ മെലാനിൻ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ വന്നുകൊണ്ടേയിരിക്കും. നീലാമരി ഹെയർ ഡേ അത് രണ്ടാമത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വരുന്ന ആ പാടിനെ ലൈറ്റാക്കി കൊണ്ട് നടക്കുകയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനോടൊപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഡോക്ടറെ കണ്ട് അകത്തോട്ട് കഴിക്കുകയും കൂടെ ചെയ്യുക. കോൺഫിഡൻസ് ഒരിക്കലും കളയരുത്. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ടുകളും ഡാർക്ക് മാർക്കുകളും അല്ലെങ്കിൽ ബ്ലാക്ക് സർക്കിൾ കണ്ണിന് ചുറ്റുമുള്ളതും ഒക്കെ മായ്ക്കാനായിട്ട് പറ്റും. കുറച്ച് ക്ഷമയോടെ സ്കിൻ കെയർ ചെയ്യണം, കുറച്ച് വിവേകത്തോടെ സ്കിൻ കെയർ ചെയ്യണം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ കുറേ സംസാരിക്കാനുള്ള ഹെൽത്ത് ആയിട്ടില്ല. ഇനിയും അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവട്ടെ എൻ്റെ ഹെൽത്ത്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബ്യൂട്ടി കെയർ, സ്കിൻ കെയർ ഒക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ കാണും എന്നുള്ള ഒരു വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.